യെസ്, വിദ്യാസാഗർ ഗുരുമൂർത്തി, പാകിസ്ഥാൻ്റെ ചതിയെക്കുറിച്ച് ആരും പറയുന്നില്ല. അതേസമയം നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ത്യ കിരാന ഹിൽസിനടുത്തുള്ള പാകിസ്ഥാൻ്റെ ഭൂഗർഭ ആണവ കേന്ദ്രം തകർത്തതായി അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നു. ആണവ വികിരണ ചോർച്ച ഉണ്ടതായിട്ട് സംശയമുണ്ട്. പരിശോധനകൾക്കും മറ്റുമായി US ആണവോർജ്ജ വിഭാഗത്തിലെ വിദഗ്ധർ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുനിന്മേൽ കുരു പോലെ ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ സംഗതി ജോറായി. അത് ഞാനും കണ്ടിരുന്നു. ആ വാർത്ത ഒരു മണിക്കൂർ മുമ്പ് പല സുഹൃത്തുക്കളും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. അതേപ്പറ്റി ഞാൻ നോക്കിയിരുന്നു. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രൈക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആഘാതം പാകിസ്ഥാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള തെളിവാണ്. ഈ ഇന്നലെ ഉച്ചയ്ക്ക് 3:30 മണിക്ക് അവരുടെ DGMO, നമ്മുടെ DGMO ആയിട്ട് ഫോണിൽ ഹോട്ട്ലൈൻ സംസാരിക്കുകയും വെടിനിർത്തൽ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അർത്ഥം തന്നെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. കാരണം അവിടെ മതരാഷ്ട്രമാണ്. അവരുടെ കീഴടങ്ങൽ അല്ലെങ്കിൽ അടിയറവ് പറച്ചിൽ മതപരമായ ഒരു അടിയറവ് പറച്ചിലായിട്ട് ജനത വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അവര് ഇങ്ങോട്ട് വിളിച്ചൊരു സീസ് ഫയറിന് റിക്വസ്റ്റ് ചെയ്ത ചരിത്രമില്ല. തോറ്റാലും നമ്മൾ തോറ്റില്ല എന്ന് കരയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞങ്ങളോട് ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണമെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വിഷയം നമ്മൾ ഇന്നത്തെ നമ്മുടെ വൈസ് ആഡ്മിറൽ AN പ്രമോദ് പറഞ്ഞൊരു കാര്യം, ഇനി ഒരു തവണ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രകോപനം എന്ന് പറഞ്ഞാൽ പഹൽഗാമിൽ ചെയ്ത തരത്തിലുള്ള ഒരു പ്രകോപനത്തിന് മുതിർന്നാൽ പാകിസ്ഥാൻ അറിയാം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മുടെ വൈസ് ആഡ്മിറൽ AN പ്രമോദിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടത്. അപ്പൊ ഇതില് മാത്രമല്ല, രാജീവ് ഗായും ഇന്ന് അത് വിശദീകരിച്ചു. കുറച്ച് അല്പം മുമ്പത്തെ ബ്രീഫിംഗിൽ അവർ പറയുകയും ചെയ്തല്ലോ, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ്, നേവി എല്ലാവരും വളരെ ഒരുമിച്ച് മെയ് ചേർന്ന് മനസ്സൊന്നായി ഐക്യദാർഢ്യത്തോടെ പ്രവർത്തിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം കേവലം മണിക്കൂറുകൾ കൊണ്ടാണ് സത്യത്തിൽ. അത് നമ്മൾ പറയുന്ന 5 ദിവസത്തെ ഗ്യാപ്പ് സത്യത്തിൽ അതിനില്ല. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ പാകിസ്ഥാന്റെ മർമ്മപ്രധാനമായ ടെററിസ്റ്റ് ഹൈഡ് ഔട്ട്സ് പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരുടെയൊക്കെ മയ്യത്ത് നിസ്കാരത്തിന് അവിടുത്തെ പ്രധാനപ്പെട്ട മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥര്, അവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നു. അതിന്റെ അർത്ഥം ഇത് ഇത്ര പച്ച വെളിച്ചത്തിൽ മനസ്സിലായിട്ടും അമേരിക്ക പോലുള്ള വലിയ രാഷ്ട്രങ്ങൾക്ക് ഇപ്പോഴും, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന് ഇപ്പോഴും പാകിസ്ഥാൻ ടെറർ ഔട്ട്ഫിറ്റ്സിനെ അകത്ത് പോറ്റി വളർത്തുന്നു എന്നതിന് തെളിവില്ല എന്ന് പറയുന്ന അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, IMF കൊടുക്കുന്ന 8500 കോടിയോളം രൂപയുടെ ഒരു സഹായം എന്നെ ഭയപ്പെടുത്തുന്ന അതാണ്. ഇപ്പോഴത്തെ സീസ് ഫയർ, ഓഫ് കോഴ്സ് ചില ആളുകൾ, ഞാൻ അടക്കമുള്ള ആളുകൾ പരസ്യമായി എഴുതിയിരുന്നു ഐ എം നോട്ട് ഹാപ്പി വിത്ത് സീസ് ഫയർ എന്ന് പറഞ്ഞു. കാരണം ലേമൻസ് ഒപ്പീനിയൻ ആണ്. ഐ എം നോട്ട് എ ടെക്നീഷ്യൻ, ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഈ ഒരു പ്രോസസ്സിൽ ഡിപ്ലോമസി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താണ്, നമ്മളുടെ ഭാഗത്ത് നഷ്ടപ്പെട്ടു പോയ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ പിടിച്ചടക്കണം എന്നൊക്കെയാണ് നമ്മുടെ ഒരു അമിതമായ ആഗ്രഹം. ഗ്രൗണ്ട് റിയാലിറ്റി വളരെ വ്യത്യസ്തമായിരിക്കാം, എങ്കിലും നമ്മുടെ ആഗ്രഹം അതാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ സീസ് ഫയറിൽ ഞാനടക്കമുള്ള ആളുകളൊക്കെ നിരാശരായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ലാത്ത, യാതൊരു പ്രകോപനം സൃഷ്ടിക്കാത്ത ഒരു രാജ്യത്ത് കടന്നു വന്ന് വിനോദസഞ്ചാരികളെ, വളരെ സന്തോഷപൂർവ്വം അവരുടെ അവധിക്കാലം ചെലവഴിച്ചിരുന്ന ആളുകളെ മതം ചോദിച്ച് നെറ്റിയിൽ അതായത് പോയിന്റ് ബ്ലാങ്ക് ആണ്, നെറ്റിയിൽ നിറയൊഴിച്ച് കൊല്ലാൻ മാത്രമുള്ള ക്രൗര്യം, നൃശംസത, നീചത്വം ഒക്കെ ഉള്ള ഒരു സംസ്കാരം അവർ പ്രചരിപ്പിക്കുകയാണ്. അതിനുള്ളൊരു മറുപടി അല്പം വൈകിയാലും നന്നായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാവുന്ന, അപ്പൊ സച്ചിൻ പെട്ടെന്ന് ബാറ്റ് ചെയ്യുമ്പോൾ മഴ മൂലം കളി അവസാനിച്ചെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് നമുക്ക് ഉണ്ടായത്. ഇതൊരു സെഞ്ചുറി അടിച്ചിട്ട് തീർക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ആ ഒരു നിരാശയാണ്. പക്ഷെ നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല. ഈ മിലിറ്ററിയിലെ ബ്രീഫിങ്ങിലൂടെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. 24 ഏഷ്യാനെറ്റ് ഒക്കെ പറയുന്ന ആ റണ്ണിങ് കമന്ററി ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. കാരണം അവർ ആവേശപൂർവ്വമായി ആ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സംസാരിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായി പറഞ്ഞു, those strikes across those 9 terror hubs left more than 100 terrorists killed. 100-ലധികം ഭീകരവാദികളെ കൊന്നൊടുക്കി. ഡയറക്ട്ലി നമ്മുടെ DGMO റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുകയാണ് 100 അല്ലെങ്കിൽ 100-ലധികം ടെററിസ്റ്റിനെ, അതായത് സിവിലിയൻസിനെ അല്ല, ഹൈഡ് ഔട്ടിൽ നിന്ന് അവരെ ഒളിത്താവളങ്ങൾ ആക്രമിച്ചിട്ട് 100 അധികം പേരെ കൊന്നു എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ഒരു സന്തോഷം
ഉത്കർഷം ചെറുതല്ല. അതെ. അത് മാത്രവുമല്ല, ഇപ്പൊ നേരത്തെ നമ്മുടെ രാംകുമാർ സാർ പറഞ്ഞല്ലോ, ഇതിനകത്തിരുന്നുകൊണ്ട് ഈ വായ്ത്താൾ അടിക്കുന്ന ആളുകളെ സത്യം പറഞ്ഞാൽ പോപ്പുലേഷൻ റീലൊക്കേഷൻ ആലോചിക്കാവുന്നതാണ് ഇന്ത്യക്ക്. എം സ്വരാജ്, ശാരദക്കുട്ടി തുടങ്ങിയവരെ പഹൽഗാം പോലത്തെ സ്ഥലങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാം. വളരെ മനോഹരമായ പ്രകൃതി ആസ്വദിച്ച് കവിത എഴുതാം, കഥകൾ എഴുതാം. അവിടെയുള്ള തദ്ദേശീയരായി ഇപ്പൊ സിവിലിയൻസ് നമ്മൾ പറയുന്ന അക്രമം അനുഭവിക്കുന്ന ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരണ്ട, കാരണം ഇവിടെ ഒരുപാട് സഖ്യകക്ഷികൾ അപ്പൊ ചേരും. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് റീലൊക്കേറ്റ് ചെയ്താൽ നന്നായിരിക്കുന്ന ഒരു ചിന്ത എനിക്കുണ്ട്. കാരണം അഥവാ പാകിസ്ഥാന് ഷെല്ലാക്രമണം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം മധുരം അനുജ്ഞമാണെന്ന് നമുക്ക് നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഇവർ പറയുന്നത് മുറ്റത്തൊരു ബോംബ് വന്ന് വീണാലേ നമുക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ എന്നാണ്. എത്ര ബോംബുകൾ മുറ്റത്ത് വന്ന് വീണു, എത്ര ലക്ഷക്കണക്കിന് നമ്മുടെ പട്ടാളക്കാർ, നമ്മുടെ സിവിലിയൻസ് എത്ര പേര് ജീവൻ കൊടുത്തു. ആരോടും യാതൊരു പ്രകോപനത്തിനും പോവാത്ത ഒരു രാഷ്ട്രത്തിൽ കയറി കാണിക്കുന്ന തെമ്മാടിത്തരത്തിനൊരു പരിധിയില്ലേ. ഇവരുടെ ഒഞ്ചിയത്തെ രാഷ്ട്രീയ പാർട്ടി CPM-നോട് ചെറിയൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ച് പ്രസംഗിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ കുലംകുത്തിന്ന് വിളിച്ചിട്ട് നടു റോട്ടിൽ വെട്ടിക്കൊന്നു, 51 വെട്ടുവെട്ടി കൊന്നപ്പോൾ ഒന്നും ഇവർക്ക് ഈ സമാധാന സന്ദേശം പറയാനില്ലായിരുന്നു. ഇന്നും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി. അത്തരത്തിലുള്ള പാർട്ടികൾ അകത്തു നിന്ന് നടത്തുന്ന വായ്ത്താരികളാണ് സത്യത്തിൽ അകത്തു നിന്നുള്ള സപ്പോർട്ട് കൂടുതലായിട്ട് ഈ പുറം രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. തുർക്കിയേക്കാൾ നെറികെട്ടവന്മാരാണ് ഇവിടെയുള്ള ചില സാമാജികരെന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് ഇങ്ങനെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരാളായതുകൊണ്ട് അതിൽ അത്ഭുതമില്ല. പക്ഷെ ഇവരെ സത്യം പറഞ്ഞാൽ എന്റെ ആഗ്രഹം ഗവൺമെന്റ് അല്പം ഫാഷിസ്റ്റ് ആവണം എന്നാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ. കാരണം ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു യുദ്ധം നടക്കുമ്പോൾ രാജ്യം നിർണായകമായ ഒരു തിരിച്ചടി കൊടുക്കുമ്പോൾ നമ്മളായിട്ടൊരു യുദ്ധം പ്രഖ്യാപിക്കുകയോ അങ്ങോട്ട് കയറി ആക്രമിക്കുകയോ ചെയ്തതല്ല. മതപരമായ വിവേചനം കാട്ടിക്കൊണ്ട് ജിഹാദ് നടത്തിയിട്ട്, അതായത് തന്നെ പറയുന്ന പേര് ഗസ്വ എന്നാണ്, ഇസ്ലാമിക് ടെർമിനോളജിയിൽ ഗസ്വ എന്നാണ് എന്ന് പറയുക. അതായത് ഹിറ്റ് ആൻഡ് റൺ, പെട്ടെന്ന് ആക്രമിക്കുക പിൻവാങ്ങുക. അങ്ങനെ നമ്മുടെ നാട്ടിൽ കടന്ന് പെട്ടെന്ന് സിവിലിയൻസിനെ, ഒരു തെറ്റും ചെയ്യാത്ത നിരായുധരായ സിവിലിയൻസിനെ, മഹാഭാരതത്തിലൊക്കെ പറയുന്നത് ആയുധമില്ലാത്ത ശത്രുവിനെ വെറുതെ വിടണം എന്നാണ്. ശത്രു ആണെങ്കിൽ പോലും ആയുധമില്ലാത്ത ഒരാളാണെങ്കിൽ വെറുതെ വിട്ടോളണം. ആ മര്യാദ ഒന്നുമില്ലാത്ത ഒരു കാട്ടറബി സംസ്കാരത്തിൽ നിന്ന് പുറന്നു വരുന്ന ഇത്തരം അക്രമങ്ങളെ പിന്നെ എങ്ങനെ നേരിടണം എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം, ഈ രാജീവ് ഗായിയുടെ ഇന്നത്തെ DGMOയുടെ ഇന്നത്തെ ബ്രീഫിംഗിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ. ഒന്നിതാണ്. രണ്ടാമത്തത്, യൂസഫ് അസ്ഹർ, അബ്ദുൽ മാലിക് റൌഫ്, മുദസ്സിർ അഹമ്മദ്, ഇങ്ങനെ 3 പേര്, ഇവര് IC-814 എന്ന നമ്മുടെ വിമാനം റാഞ്ചിയ പ്രതികളാണ്, കുറ്റവാളികളാണ്. അതുപോലെ മസൂദ് അസറിന്റെ ഒക്കെ തോഴന്മാരാണ്. പുൽവാമയിലെ ബ്ലാസ്റ്റ് സംഘടിപ്പിച്ചവരുമാണ് ഇവര്. ഇവർക്കൊക്കെ വേണ്ടുന്നത് കൊടുക്കാനുള്ള ഭാഗ്യം ഈ തവണ നമ്മുടെ സൈന്യത്തിനുണ്ടായി എന്നുള്ളതാണ്. അപ്പോ ഇത്രയും ഹെവി അറ്റാക്ക് ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇന്ത്യൻ സേന അതിൽ ഈ ഒരു ബ്രീഫിംഗിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ചിലപ്പോൾ സർപ്രൈസിംഗ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് സർപ്രൈസിംഗ് അച്ചീവ്മെന്റ് ആണ് ഉണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കാര്യമായ തിരിച്ചടിക്ക് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി പാകിസ്ഥാൻ ഇല്ലാതിരിക്കുന്ന സമയം. 2, അവിടെ മിലിറ്ററിയും അവിടുത്തെ ഇലക്ടഡ് ഗവൺമെന്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയം. ഇങ്ങനെ എല്ലാ തരത്തിലും തകർന്നിരിക്കുന്ന ഒരു പാകിസ്ഥാനിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായത്. പക്ഷേ എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം, US പ്രസിഡന്റിന്റെ പ്രസ്താവനയൊക്കെ സത്യം പറഞ്ഞാൽ ബാലിശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ച് അഭ്യർത്ഥിച്ച ശേഷം നടത്തിയ സീസ്ഫയറിന് അദ്ദേഹം പറഞ്ഞത് ഒരു ട്രൂ സ്റ്റോക്ക് അവർ നടത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. എല്ലായിടത്തും വലിയേട്ടം കളിക്കുക, അങ്കിൾ സാം കളിക്കുക എന്നുള്ളൊരു സ്ഥിരം രീതി USA എടുക്കുന്നത് അത്ഭുതകരമാണ്. ഇപ്പോ നമ്മുടെ കിട്ടാനായിരിക്കും. അതല്ല, അവർക്ക് എന്തും വാങ്ങാം. നമ്മുടെ ഇറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് സിവിലിയൻസ് ഇൻ ഇന്ത്യ. ഭാരതത്തിലെ സാധാരണക്കാരെ ജനങ്ങളെ കൊന്നിട്ടൊന്നും ഒരുതരം ഒരു പ്രൈസും വാങ്ങണ്ട. ഞാൻ പറഞ്ഞതിനർത്ഥം അപ്പൊ ആ ഒരു ട്രൂ സ്റ്റോക്കിന് അവരാണ് മുൻകൈ എടുത്തത് എന്ന് പറയുന്നതിലൊക്കെ ഉള്ളൊരു ബാലിശമായ അവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ പ്രധാനമന്ത്രി എത്രത്തോളം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, എത്രയോ ചർച്ചകൾ നടത്തുന്നു, എത്രയോ വലിയ വലിയ ഹൈ ഗ്രേഡ് മീറ്റിംഗ്സ് നടത്തുന്നു, എന്നിട്ട് പോലും സൃഷ്ടിച്ചെടുക്കാനാവാത്ത ഒരു ബന്ധം അതെന്താണ് ഇത്തരം രാഷ്ട്രങ്ങളുമായിട്ടുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട സമയം കൂടിയാണ്. ഇറ്റ് മസ്റ്റ് ബി വെപ്പൺ ട്രേഡ്, സംതിങ് എൽസ്. നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പൊ നോക്കാം, BBC ഞാൻ 2-3 തവണ വിളിച്ചു നോക്കി. ഈ സമയം ഇപ്പൊ നമ്മുടെ 24-ഉം ഏഷ്യാനെറ്റും കണ്ട് തല പുണ്ണാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിദേശ ചാനലുകൾ നോക്കുമല്ലോ സത്യത്തിൽ എന്താ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ റിപ്പോർട്ടിംഗ് വളരെ ബയസ്ഡ് ആണ്. ഈ വെസ്റ്റേൺ മീഡിയയുടെ റിപ്പോർട്ടിംഗ് മുഴുവൻ പാകിസ്ഥാൻ അനുകൂലമാണ്. അത്തരത്തിലുള്ള ഒരു റാപ്പോ ഈ വെസ്റ്റേൺ കൺട്രീസുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പുറത്തുള്ള ശക്തികളായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള എന്ത് സൗകര്യമാണ്
പാകിസ്ഥാൻ ചെയ്തു കൊടുക്കുന്നത്? ഓർ ഇസ് ദർ എ ചൈനീസ് ഇൻവോൾവ്മെന്റ് ഇൻ ദിസ്? ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പാകിസ്ഥാൻ ദുർബലമായി കാണപ്പെടുന്നുവെങ്കിലും അതിന്റെ പിന്നിൽ ചൈനയുടെ കരങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പലരും ഇവിടെ ആഘോഷിച്ചു ചൈന കൊടുത്ത ഈ സാധനമൊക്കെ പൊട്ടിത്തെറിച്ചു പോയി, തല്ലിപ്പൊളി. ഇതൊക്കെ അവരുടെ ടെസ്റ്റ് ഡോസ് ആണ്. ഇന്ത്യയുടെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ളൊരു എനിക്ക് തോന്നുന്നു ഈവൻ ഈ പഹൽഗാം അറ്റാക്ക് വരെ ഒരു പ്ലാനിങ്ങിന്റെ ഫലമാണ്. ഇപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ പ്ലാൻ ചെയ്യാൻ മാത്രമുള്ളൊരു ശേഷിയുള്ള സമയമായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത്തരം ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് ആണ്, ഒരു ട്രയൽ റൺ ആണ്. നമ്മുടെ പ്രഹരശേഷി എന്താണ്? പക്ഷേ ഭാരതം അതിനൊത്ത് ഉയരുകയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കേവലം മണിക്കൂറുകളുണ്ട്, 5 ദിവസം അതിന്റെ അലയൊലികൾ മാത്രമാണ്. സിവിലിയൻസിന് ഇങ്ങോട്ട് ഷെല്ലാക്രമണം നടക്കും, തിരിച്ചടി മാത്രമാണ്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ നിലനിന്ന ഒരു 12 മണിക്കൂറിനുള്ളിൽ നമ്മൾ വ്യക്തമായിട്ട് ചൈനയ്ക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനും അതുപോലെ തന്നെ മറ്റ് ഫ്രിഞ്ച് എലിമെന്റ്സിന് എല്ലാം ഒരു പാഠം കൊടുക്കാൻ സാധിച്ചു എന്നത് വലിയ അച്ചീവ്മെന്റ് ആണ് ഇന്ത്യൻ ആർമിയുടേത്. അത് മാത്രമല്ല, ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കുക. ഇവിടെ എല്ലാവരും ഇന്ദിരാഗാന്ധിയെ സ്തുതിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് പലയിടത്തും. അതിനൊക്കെ മറ്റ് ചരിത്രങ്ങൾ പലതും ഉണ്ട്. കാരണം ഇന്ദിരാഗാന്ധി തന്നെ പോയിട്ട് നമ്മുടെ ട്രൂപ്സിനെ കൊലയ്ക്ക് കൊടുത്ത ചരിത്രങ്ങൾ ഒരുപാട് പറയുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ കാലത്ത് അല്ല, മാത്രമല്ല ആ കാലഘട്ടം മാറി ഡെവലപ്പ് നമ്മളിപ്പോ ഒരുപാട് ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ വളരെ നല്ല രീതിയിൽ രാഷ്ട്രത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ അച്ചീവ് ചെയ്യണം പല കാര്യങ്ങളും. സമാധാന അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കാൻ രാജ്യത്ത് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു ശത്രുവിനെ വിളിച്ചു വരുത്തുക എന്ന് പറയുന്ന അപകടമാണ്. പക്ഷെ എന്നാൽ ടാർഗറ്റിനെ, അതായത് നമ്മുടെ ടാർഗറ്റ് എന്താണ്? പാകിസ്ഥാൻ എല്ലാ കാലത്തും ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഭീകര ശക്തികളെ പോറ്റി വളർത്തുന്ന പോറ്റമ്മയായും പെറ്റമ്മയും വളരുന്നു എന്നുള്ളതാണ് നമ്മുടെ എക്കാലത്തെ ആരോപണം. ആ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളാണ് ഈ പറഞ്ഞ ഈ യൂസഫ് അസറിന്റെയും മറ്റും ശവസംസ്കാര ചടങ്ങിൽ അവിടുത്തെ പ്രധാനപ്പെട്ട മിലിറ്ററി ഓഫീഷ്യൽസ് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ രാജ്യം ഭീകരവാദത്തിലൂടെയാണ് വിജയിക്കാൻ നോക്കുന്നത്. അതിന്റെ തെളിവ് എന്താണ്? സീസ് ഫയർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ഷെല്ലാക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ വീണ്ടും പിന്നെ റഡാറുകൾ വരികയും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചെയ്ത് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ എന്റെ ചോദ്യം, ഡ്രോൺ അറ്റാക്ക് ഉണ്ടായി ഇവിടെ അതിനുശേഷം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ പാകിസ്ഥാൻ എന്ന രാജ്യം അനാർക്കി എന്ന പദത്തിന്റെ പര്യായമായി പ്രവർത്തിക്കുകയാണ്. അരാജകത്വമാണ് അവിടെ മിലിറ്ററി ചീഫ് പറയുന്നത് ഭീകരവാദികൾ കേൾക്കാത്ത അവസ്ഥയുണ്ട്. കാരണം ഭീകരവാദികൾക്ക് മതാധിപത്യത്തിന് വേണ്ടി വീണ്ടും ആക്രമിക്കണമെന്നാണ്. തിരിച്ചുകൊണ്ട് ഇപ്പൊ ആ രാജ്യത്ത് ഒരു ടോട്ടൽ ഡിസ്മൈ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, വിതൗട്ട് ഗോയിങ് ഡീപ്പർ ഇൻ ടു ദ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ബിറ്റ്വീൻ ദ 2 കൺട്രീസ്, ഞാൻ പറയുക ഈ ഒരു സമയം വളരെ നല്ല ആപ്റ്റ് ടൈം ആയിരുന്നു. കുറെ കൂടെ അവരെ ബ്ലീഡ് ചെയ്യിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് എന്റെ ഒരു വ്യക്തിപരമായ ലെയ്മൻസ് ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞല്ലോ, നമ്മുടെ ഈ പിന്നെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയ പ്രധാനപ്പെട്ട കിങ് പിൻസ് ആയിട്ടുള്ള 3 പേരെയും കൂടാതെ അവരുടെ കൂടെയുള്ള ചെകുത്താന്മാര് 100 കണക്കിന് പേരെയും കൊന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഹർഷോന്മാദം അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. പുൽവാമ ബ്ലാസ്റ്റ് പിന്നെ ഇവർ പ്ലാൻ ചെയ്തതും അവർ തന്നെയാണ്. അവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കാൻ പറ്റി. മാത്രവുമല്ല, ചൈനയെ പോലെ സൈലന്റ് ആയിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം, ശത്രുവോ മിത്രമോ എന്ന് പറയാൻ പറ്റാത്ത, കണ്ടാൽ ചിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കൂടെ ചിന്തിക്കാനുള്ള അവസരമാണ് നമുക്ക് വരുന്നത്. മാത്രമല്ല, അകത്തിരിക്കുന്ന 5-ാം പത്തികൾ, ഞാൻ പറഞ്ഞില്ല ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞു, ഇവരൊക്കെ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇവർക്കെതിരെ നിയമ നടപടികൾ വരേണ്ടതല്ലേ? ട്രീസന്റെ ഒരു വശമല്ലേ ഇതൊക്കെ? ഈ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ് ലിറ്ററേച്ചർ എഴുതി വിടുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിൽ നിരുത്തരവാദപരമായിട്ട് യുദ്ധത്തെ വിലക്കുകയും, അതായത് അവൻ ചെയ്യുന്ന ജിഹാദിനെ പോരാട്ടമായി വിശേഷിപ്പിക്കുകയും നമ്മളുടെ തിരിച്ചടിയെ ഒരു യുദ്ധമായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ വലിയൊരു അബദ്ധമല്ലേ? ഇത്തരം ആളുകളെ ഞാൻ പറയുന്നത്, യുദ്ധത്തിന് ശേഷം ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം കശ്മീരിലെ ബോർഡറിലുള്ള ആളുകളെ മുഴുവൻ റീലൊക്കേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ഇവിടെയുള്ള കുറെ ആളുകളെ, ചങ്കിലെ ചൈന അങ്ങനത്തെ ആളുകളെയൊക്കെ അവിടേക്ക് കൊണ്ട് താമസിക്കുകയും ചെയ്താൽ കുറെ കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തമാശയായിട്ട് പറഞ്ഞാൽ അത് ചിന്തിച്ചാൽ നല്ലതാണ്. പോപ്പുലേഷൻ റീലൊക്കേഷൻ ഒക്കെ ഒരു യുദ്ധതന്ത്രം തന്നെയാണ്. എന്തായാലും വളരെ തൃപ്തികരമായ ഒരു മറുപടി പാകിസ്ഥാൻ എന്ന രാഷ്ട്രം മനസ്സിലാക്കുന്ന രീതിയിലുള്ള മറുപടി ഭാരതത്തിന് കൊടുക്കാനായി എന്നതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഞാൻ.